നമസ്കാരം. ഒരു വർഷത്തിലേറെയായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ഹമാസ് നേതാക്കളെ ഓരോരുത്തരായി ഇസ്രയേൽ വകവരുത്തുന്നു. ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നറിയപ്പെട്ട സിൻവറിനെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയ സംഭവം ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഇറാനിൽ വെച്ചാണ് ഹനിയെ കൊല്ലപ്പെട്ടത്, അതും അതീവ സുരക്ഷാ മേഖലയിൽ വെച്ച്. ദീർഘനാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നത്. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തെഹ്റാനിൽ എത്തിയതായിരുന്നു ഹനിയ. അതിനിടയിലാണ് ഹനിയെ കൊലപ്പെടുത്തിയത്. ഹനിയെ വധിക്കാൻ ഇസ്രായേൽ തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു AC യൂണിറ്റാണ് ഹനിയുടെ വിധി നിശ്ചയിച്ചത്. ഹനിയെ താമസിച്ചിരുന്ന AC യൂണിറ്റ് തകരാറിലായിരുന്നു. ഇതേ തുടർന്ന് മറ്റൊരു മുറിയിലേക്ക് ഹനിയെ മാറ്റി. അതോടെ പദ്ധതി പരാജയപ്പെടുമെന്ന് തന്നെ ഇസ്രായേൽ ഉറപ്പിച്ചു. ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഹനിയെ കൊല്ലാൻ ഇസ്രയേൽ തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് പോകുമ്പോൾ ഹനിയെ വധിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പ്രധാന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ദൗത്യത്തിനിറങ്ങിയത്. അതനുസരിച്ച് ഹമാസ് നേതാവ് ഹനിയുടെ പേര് ഇസ്രയേലിന്റെ ടോപ്പ് ഹിറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇസ്മയിൽ ഹനിയ ഖത്തറിലാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ അവിടെ വെച്ച് കൊല്ലുന്നത് ബന്ദിച്ചർച്ചകളെ അപകടത്തിലാക്കുമെന്നതിനാൽ ഇസ്രയേൽ മറ്റ് പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. തുർക്കിയിലോ മോസ്കോയിലോ ടെഹ്റാനിലോ വെച്ച് ഹനിയെ കൊല്ലാനാണ് ഇസ്രയേൽ പദ്ധതിയിട്ടത്. എന്നാൽ തുർക്കിയിലോ റഷ്യയിലോ കൊല്ലപ്പെട്ടാൽ നയതന്ത്ര പ്രശ്നം സൃഷ്ടിക്കുമെന്നതിനാൽ ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇറാനുമായി ഇസ്രയേൽ സംഘർഷത്തിലാണ് മുന്നോട്ടു പോകുന്നത്. അതിനാൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഇതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. വടക്കൻ ടെഹ്റാനിലെ സാദത്ത് അബാദിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗസ്റ്റ് ഹൌസിലാണ് ഹനിയ തെഹ്റാനിൽ എത്തുമ്പോൾ താമസിച്ചിരുന്നത്. അവിടെ കനത്ത സുരക്ഷയുണ്ടായിട്ടും ഇസ്രയേലി ഇന്റലിജൻസ് അവിടെ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ഒടുവിൽ പ്ലാൻ ചെയ്ത പോലെ ഹനിയെ വധിക്കുകയും ചെയ്തു. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിനിടെ കഴിഞ്ഞ മെയ്യിൽ ഹനിയെ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ പദ്ധതി ഉപേക്ഷിച്ചു. ജൂലൈ അവസാനം മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഹനിയ ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. തുടർന്നാണ് വധിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കിയത്. AC യൂണിറ്റ് ഹനിയ താമസിക്കുന്ന മുറിയിൽ നുഴഞ്ഞു കയറി ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് സ്ഥാപിച്ചു. ഇസ്രയേൽ എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നു. അതിനിടെ മുറിയിലെ AC യൂണിറ്റ് തകരാറിലായി. ഇതോടെ മറ്റൊരു മുറിയിലേക്ക് ഹനിയെ മാറ്റുമെന്ന് ഇസ്രയേൽ ഭയപ്പെട്ടു. അതോടെ മാസങ്ങൾ നീണ്ട പദ്ധതി പൊളിയും. എന്നാൽ AC യൂണിറ്റ് ശരിയാക്കി. ഇതോടെ ഉടൻ തന്നെ ഹനിയെ മുറിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ആസൂത്രണം ചെയ്തതുപോലെ പുലർച്ചെ 1:30 ഇസ്രയേൽ സ്ഥാപിച്ച IED പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ ഹനിയ തൽക്ഷണം കൊല്ലപ്പെട്ടു. ഇറാൻ സുരക്ഷാ സേനയെ പോലും മറികടന്നാണ് ഇസ്രയേൽ ഹനിയയുടെ മുറിയിൽ കടന്നു കയറി സ്ഫോടക വസ്തു സ്ഥാപിച്ചത്. സംഭവം ഇറാന് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. ഹനിയയുടെ കൊലപാതകം ഇസ്രയേലാണ് ചെയ്തതെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ സംഭവത്തിൽ അന്ന് ഇസ്രയേൽ പ്രതികരിച്ചതേയില്ല. ഹനിയയുടെ മരണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സമ്മതിച്ചിരുന്നു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആണ് തുറന്നു പറച്ചിൽ നടത്തിയത്. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്ത് രംഗത്തെത്തിയത് ഇതാദ്യമായാണ്. ഇസ്രയേൽ തന്നെയാണ് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രയേൽ ഭരണകൂടം ഇതാദ്യമായാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചത്. ഞങ്ങൾ ഹൂതികളെ ശക്തമായി ആക്രമിക്കുകയും അവരുടെ നേതൃത്വത്തെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്യും. ഹനിയ, യഹ്യ സിൻവർ, ഹസൻ നസറുള്ള എന്നിവരെ ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ വെച്ച് ഞങ്ങൾ വധിച്ചതുപോലെ ഹൂതി നേതൃത്വത്തെയും ഞങ്ങൾ ഇല്ലാതാക്കും, കാറ്റ്സ് പറഞ്ഞു.